KSRTC ബസ് ടെർമിനലിലാണ്. രാവിലെ മുതൽക്ക് തന്നെ വിവിധ മേഖലകളിൽ ആൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വരികയാണ്. ഇന്നലെ ഈ അപകടമുണ്ടായി, ബോംബ് സ്ഫോടനമുണ്ടായി. ഉടൻ തന്നെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷ വേണമെന്നും പരിശോധന വേണമെന്നും DGP ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി അടുത്ത 24 മണിക്കൂർ പോലീസിന്റെ കനത്ത സുരക്ഷയും പരിശോധനയും ഒക്കെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലും അത്തരത്തിലാണ്. ഇന്നലെ വൈകിട്ടോടെ തന്നെ ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടന്നിരുന്നു. പോലീസിന്റെ ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് രാവിലെയും പരിശോധനയുണ്ടായിരുന്നു. രാവിലെ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനയ്ക്ക് ശേഷം ബീച്ചിൽ പരിശോധനയുണ്ടായിരുന്നു. ബീച്ചിലും ഈ ഒരു ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ, അതുപോലെയുള്ള മറിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പൊക്കി നോക്കിയിട്ട് ഒരു പരിശോധന ബീച്ചിലൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഏതായാലും KSRTC ബസ് ടെർമിനൽ പരിശോധിക്കുകയാണ്. നേരത്തെ ഇവിടെ പാർക്കിംഗ് ഏരിയയോട് ചേർന്നും പരിശോധനയുണ്ടായിരുന്നു. അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, എന്തെങ്കിലും സംശയം തോന്നുന്ന വാഹനങ്ങൾ, അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ KSRTC ബസ് ടെർമിനലിലാണ് പരിശോധന നടക്കുന്നത്. ഇവിടെ നിന്ന് അടുത്തതായി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കൂടെ പരിശോധന നടക്കും. അതിനുശേഷം പിന്നെയും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന ഉണ്ടാകും. ഈ വരുന്ന ട്രെയിനുകളുടെ ഉള്ളിലൊന്നും പരിശോധന നിലവിൽ നടക്കുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിലും പാർക്കിംഗും ഒക്കെ കേന്ദ്രീകരിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ഉണ്ടായിരുന്നത്. ആളുകൾ നിന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പരിശോധന ബസ് സ്റ്റാൻഡിലാണ്. അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അഞ്ജന പറയുന്നത് കൃത്യമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമുക്ക്